ഹലോ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ഫ്രൈ ബിരിയാണിയാണ് കേട്ടോ. സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഏകദേശം ഒരു 3/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് നന്നാക്കി വരുമ്പോൾ 3/4 കിലോനൊന്നും ഉണ്ടാവില്ല, എന്നാലും. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി, അത്ര തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്, വിനാഗിരി, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി നമ്മൾ ഓയിൽ എടുക്കുക, അതിലേക്ക് ഒരു സവാള അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മൾ ഇതൊരു 1/2 കിലോ ബസ്മതി അരി ഉണ്ടാകും, അരിയും ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 80-85% വേവിൽ നമ്മളത് ഊറ്റിയിട്ട് മാറ്റി വെക്കണം. ഇനി നമ്മൾ സവാള ഒന്ന് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഇതേപോലെ നീളത്തിലാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് മാറ്റി വെക്കുക. ഇതിലേക്ക് നമ്മൾ ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ബാക്കി വന്ന ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് അതിൽ നമ്മൾ ആ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് തന്നെ വേവിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ചെമ്മീനൊക്കെ ഇവിടെ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ അരിയും അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഏകദേശം ഒരു 3-3.5 ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 4 ഏലക്കായി, അതുപോലെ തന്നെ ഒരു 4-5 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട. എന്നിട്ട് നമ്മൾ അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തത് ചെമ്മീനാണ്. ചെമ്മീൻ്റെ പകുതി ഞാൻ ഇട്ട് കൊടുത്തു. അതിന് മുകളിലായിട്ട് നമ്മൾ ആ ഉള്ളിയൊക്കെ വഴറ്റി വെച്ചില്ല, അത് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചോറിട്ട് കൊടുക്കണം കേട്ടോ. വീണ്ടും അതേപോലെ തന്നെ ബാക്കി വന്ന ചെമ്മീനും സവാളയും ബിരിയാണി മസാല ചേർക്കാൻ മറക്കരുത്, അതും ഇട്ട് കൊടുത്തു. അതിന് മുകളിൽ കൂടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ വീണ്ടും ലേശം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഈ കുക്കർ മൂടി വെക്കുക കേട്ടോ. മൂടി വെച്ചിട്ട് ദമ്മ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾ ഫ്ലെയിം നോക്കണം. ഞാനിതിന് മുകളിൽ ചെറുതായിട്ടൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ആവി കയറിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെമ്മീൻ ബിരിയാണി. ഇനി നമ്മളിത് കഴിക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കണം. അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ. സൂപ്പറാണ്, കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോണേ.